നമുക്കെല്ലാവർക്കും ലൈഫിൽ കുറേ ആഗ്രഹങ്ങളുണ്ടായിരിക്കും അല്ലേ? ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നല്ല ഉയർന്ന പൊസിഷനിലെത്തണം, നല്ല റിലേഷൻഷിപ്പ് വേണം, ഒരു ബിസിനസ് ഓൺ ചെയ്യണം, അങ്ങനെ നമ്മളുടെ ലെവല് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഒരു ഡിസയർ ഉണ്ടാകും. ആൻഡ് ദിസ് ക്രേവിങ് ഈസ് നാച്ചുറൽ. ആൻഡ് ഈ കാര്യം തന്നെയാണ് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരാനും പേഴ്സണൽ ഗ്രോത്തിനുമൊക്കെ കാരണമാകുന്നതും. ബട്ട് ഇങ്ങനെ ആഗ്രഹിക്കുക എന്ന് പറയുന്നതും അത് ആക്ച്വലായിട്ട് റിയലായിട്ട് നേടിയെടുക്കുക എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ആൻഡ് നമ്മളുടെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണത്? സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, സ്വയം മെച്ചപ്പെടുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് 7 സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ടിപ്സിനെ കുറിച്ചാണ്, which will help you to grow and achieve your dreams. Okay, so let's do it. Hi all, it's me your brother and welcome back. So ആദ്യത്തെ കാര്യം, recognize your goals. നിങ്ങൾക്ക് ശരിക്കും എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? ആ എൻഡ് ഗോൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇനി ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടാകും? എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും? അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും? മാറ്റങ്ങൾ വരുത്തണം. സ്വയം ചോദിക്കുക, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ആൻഡ് നിങ്ങൾ നിങ്ങളുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഗോൾസ് സെറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ജോബിൽ ഒരു പ്രൊമോഷൻ കിട്ടുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്നുണ്ടെങ്കിൽ ദെൻ നിങ്ങൾ നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതും സർട്ടിഫിക്കേഷൻസ് ഗെയിൻ ചെയ്യുന്നതും ഒക്കെയാണ് ഗോൾസ് ആക്കിയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ക്ലാരിഫൈ യുവർ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഒബ്ജക്റ്റീവ്. നിങ്ങൾ ചിലപ്പോൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് മെത്തേഡ്സ് ഒക്കെ സെർച്ച് ചെയ്യുന്നുണ്ടാകും, ബട്ട് എവിടെ തുടങ്ങണം എന്നറിയുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഒബ്ജക്റ്റീവ് തിരിച്ചറിയണമെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ആസ്പെക്ട്സിലൊക്കെ ഒന്ന് നോക്കേണ്ടി വരും. ആദ്യത്തേത് പ്രൊഫഷൻ. നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പ്രൊമോഷൻ കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് ഫോഴ്സിൽ ഇമ്പ്രൂവ് ചെയ്യാം, പുതിയ സ്കില്ല് പഠിക്കുക, നല്ലൊരു ബിസിനസ് ഇവൻറ്റിൽ പങ്കെടുക്കുക, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന മെൻറ്റേഴ്സിനെ കണ്ടെത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ദെൻ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഫാമിലി, ഫ്രണ്ട്സ്, കൊളീഗ്സ്, റൊമാൻറ്റിക് പാർട്ട്ണർ, ഈ ഫീൽഡിലൊക്കെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെ ഇവരുമായിട്ട് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാം എന്ന് നോക്കുക. ദെൻ ഫൈനാൻസസ്, പൈസ ഉണ്ടാക്കുക, പണം ഉണ്ടാക്കുന്ന കാര്യത്തിലും നിങ്ങൾക്ക് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാം. ദെൻ ഹെൽത്ത്, നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനും ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാനും ഒക്കെ സാധിക്കുള്ളൂ. സോ വർക്ക് ഓൺ ഇറ്റ്. നമ്പർ 3, ക്രിയേറ്റ് എ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ. സോ ഇപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്ന്. അതിന് വേണ്ട ഗോൾസും നിങ്ങൾ സെറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. യെസ്, ഇഫ് യു ആർ ഫെയിലിംഗ് ടു പ്ലാൻ ദെൻ യു ആർ പ്ലാനിങ് ടു ഫെയിൽ എന്നാണല്ലോ. സോ ക്രിയേറ്റ് എ പ്ലാൻ. നമ്പർ 4, ടേക്ക് ആക്ഷൻ. ഒരു നല്ല പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ ദെൻ നിങ്ങൾ ആ പ്ലാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ആക്ഷൻ എടുക്കാനായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക. എന്തിനാണ് നിങ്ങളിതൊക്കെ തുടങ്ങിയത്? ആ റീസണിൽ ഫോക്കസ് ചെയ്യുക. അതിന് വേണ്ട പെർസ്പെക്റ്റീവ് അറ്റൈൻ ചെയ്യുക. അങ്ങനെ ഒരു കെയർ അവിടെ ഉണ്ടെങ്കിൽ ദെൻ എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും ശരി, നിങ്ങൾ അതിനെയൊക്കെ ഫേസ് ചെയ്ത് മുമ്പോട്ട് തന്നെ പോകും. 5ാമത്തെ കാര്യം, മെഷർ യുവർ പ്രോഗ്രസ്. നിങ്ങളുടെ ഈ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് പ്ലാനിൽ വരുന്ന പ്രോഗ്രസ് നിങ്ങൾ മാർക്ക് ചെയ്യണം. പ്രോഗ്രസ് മെഷർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഒരു പ്ലാനർ വെച്ചിട്ടോ ജേർണലിംഗ് വഴിയോ ഒക്കെ നിങ്ങൾക്കിത് ചെയ്യാം. മൈൽ സ്റ്റോൺസ് ഒക്കെ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഒരു യൂട്യൂബറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 1 lakh സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്യുക എന്നതാണ് ഗോൾ എന്നുണ്ടെങ്കിൽ ദെൻ 1000 സബ്സ്ക്രൈബേഴ്സ്, 10,000 സബ്സ്ക്രൈബേഴ്സ്, 50,000 സബ്സ്ക്രൈബേഴ്സ്, ഇതെല്ലാം മൈൽ സ്റ്റോൺസ് ആണ്. അങ്ങനെ അത് വെച്ച് നമ്മളുടെ പ്രോഗ്രസ് മെഷർ ചെയ്യണം. നമ്പർ 6, ലേൺ ഫ്രം അതേഴ്സ്. ഒരു ഗോൾ അച്ചീവ് ചെയ്തു എന്ന് വിചാരിച്ച് അതോടുകൂടി നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് സ്റ്റോപ്പ് ആവുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത ഗോൾ സെറ്റ് ചെയ്യും. സോ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് സംസാരിക്കുക. അവരെങ്ങനെയാണ് അവരുടെ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്തത് എന്നൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് അഡ്വൈസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. 7ാമത്തെ കാര്യം, ചേഞ്ച് യുവർ തിങ്കിങ്. നിങ്ങൾ കൂടുതൽ സമയവും നിങ്ങളെ സ്വയം കുറ്റപ്പെടുത്താനും നെഗറ്റീവായിട്ട് ചിന്തിക്കാനും ഒക്കെയാണ് ടൈം സ്പെൻഡ് ചെയ്യാറ് എന്നുണ്ടെങ്കിൽ ദെൻ അത് നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനെ സാരമായിട്ട് തന്നെ ബാധിക്കും. അത് നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങളുടെ കഴിവിനെയും ഒക്കെ ലിമിറ്റ് ചെയ്യും. സോ ഓൾവേസ് സ്റ്റേ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, സോ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ലൈഫിൽ സക്സസ്ഫുൾ ആകാനായിട്ടുള്ള വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. സോ ഈ പറഞ്ഞ ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. Thank you so much for your time. Have a nice day.